السلام عليكم ورحمة الله أيها الطلاب كيف حالكم بخير الحمد لله مرحبا بكم إلى الصف السابع. ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ എടുക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റാണ്, അൽ വഹദത്തു സാനിയ. രണ്ടാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ലിസലാമത്തിക്ക എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഫോർ യുവർ സേഫ്റ്റി അഥവാ നിങ്ങളുടെ സുരക്ഷയ്ക്ക്. ഇതിൽ 3 ഭാഗങ്ങളുള്ളത്. ഒന്ന് ഒരു ഖിസ്സ മുസവ്വറയാണ്, 2 പേജിൽ മാത്രമുള്ള ചെറിയ ഒരു ചിത്രകഥയാണ്. സഹ്യ അമ്മി, അമ്മാവ ഓക്കെ ശരി, അങ്കിളെ ശരി എന്ന് ഉള്ള ഒരു പാഠഭാഗം, ഒരു ഖിസ്സ മുസവ്വറയാണ്. പിന്നൊന്ന് ലാ യാ സാറ, വേണ്ട സാറ എന്നുള്ള ഷിഅറുൻ ഹിവാരിയുൻ, ഒരു സംഭാഷണ ഗാനമാണ്. മറ്റൊന്ന് അസ്സുർഅത്തു ഖാത്തില, സ്പീഡ് കിൽസ് എന്നുള്ള ഒരു അനുഭവക്കുറിപ്പാണ്. വേഗത നിങ്ങളെ കൊന്നുകളയും എന്ന 3 പാഠഭാഗങ്ങൾ. 3ഉം ട്രാഫിക് രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യാത്രാ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന 3 പാഠഭാഗങ്ങളാണ് ഈ രണ്ടാമത്തെ യൂണിറ്റുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. നഖറഉൽ ഖിസ്സ അൽ മുസവ്വറ, നമുക്ക് ചിത്രകഥ വായിക്കാം. ചിത്രകഥയ്ക്ക് മുമ്പ് നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളോട് മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന സേവനങ്ങളെ, മക്കൾക്ക് മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരാറുള്ളത് എന്നതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. ആ കുറിപ്പിൻ്റെ മോഡൽ ഇവിടെ കൊടുത്തിരുന്നു കുറച്ച്. അപ്പോൾ അതിൽ എഴുതാത്ത ആളുകൾ ഞാനതിൻ്റെ കുറിപ്പിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് അയച്ചു തരാം, അത് എഴുതിയെടുക്കണം. ഇതിലിപ്പോൾ ഉള്ള മോഡലിൻ്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം. അൽ ഉമ്മു തുറബി തിഫ്ലഹ ഫി ഖുലുഖിൻ ഹസനിൻ. ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ സൽസ്വഭാവത്തോടെ വളർത്തുന്നു. വഹിയ തുഹല്ലിറു ലഹു അൽ ഗദ, ആ ഉമ്മ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു. വൽ ഉമ്മു തുനദ്ദിഫു മലാബിസ തിഫിൽ, കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ വൃത്തിയാക്കുന്നു. വൽ അബു യഷ്തരി ലഹു അദ്ദഫാത്തിർ വൽ അഖ്ലാം വൽ ഹഖീബ വശംസിയ, വാപ്പ കുട്ടിക്ക് വേണ്ടി ദഫാത്തിർ നോട്ട്ബുക്കുകൾ, വൽ അഖ്ലാം പേനകളും, വൽ ഹഖീബ ബാഗും, വശംസിയ കുടയും വാങ്ങിക്കൊടുക്കുന്നു. യദ്ഹബുൽ അബു ബിതിഫ്ലിഹി ഇല ത്വബീബ് ലിൽ ഇലാജ് ഇൻദൽ മറദ്, കുട്ടിക്ക് രോഗം വരുമ്പോൾ ചികിത്സക്കായി ഡോക്ടറുടെ അടുത്തേക്ക് കുട്ടിയെ വാപ്പ കൊണ്ടുപോകുന്നു. വയഷ്തരി ലഹുദ്ദവ, അവന് വേണ്ടി മരുന്ന് വാങ്ങുന്നു. വൽ ഉമ്മു തുഹാഫിളു അലാ സിഹ്ഹതി തിഫ്ലിഹ കുല്ല വക്തിൻ, എല്ലാ സമയത്തും കുട്ടിയുടെ ആരോഗ്യം ഉമ്മ സംരക്ഷിക്കുന്നു. യഖ്റുസുൽ അബു വൽ ഉമ്മു അൽ അഖ്ലാഖൽ ഹസന ഫി ഖൽബിൽ അത്ഫാൽ, കുട്ടികളുടെ ഹൃദയങ്ങളിൽ സൽ സ്വഭാവം ഉമ്മയും ഉപ്പയും നട്ടു വളർത്തുന്നു. അപ്പോൾ എത്രയാണ് ഈ കുറിപ്പിലുള്ളത്. ഈ കുറിപ്പ് അതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. ഇനി പുതിയ ഭാഗത്ത് അൽ ഖിസ്സ അൽ മുസവ്വറ, ചിത്രകഥ നോക്കിക്കോളൂ. സഹ്യ അമ്മി, അമ്മാവ ഓക്കെ, അതാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്, അൻവാൻ. ഒന്നുരിയ മാമ, ചിത്രം നോക്കിയിട്ടാണ് ഇത് വായിക്കേണ്ടത്. ഒന്നുരിയ മാമ ഇല ഹാദർ റജുൽ, ഉമ്മ ഇയാളെ നോക്കൂ. കൈഫ യംഷി, ഹഹഹ ഇയാളെ എങ്ങനെയാണ് നടക്കുന്നത്, അഹഹ. അപ്പോൾ വടിയും കുത്തി നടക്കുന്ന ഒരാളെങ്ങനെ കണ്ടപ്പോൾ ആ കുട്ടി അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉന്നുരി യാ മാമ, ഉമ്മയോടായതുകൊണ്ടാണ് ഉന്നുരി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഉന്നുർ എന്നാണ് പറയാം, അത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഉന്നുരി യാ മാമ, ഉമ്മ നോക്കൂ. ഇലാ ഹാദർ റജുൽ, ഇയാളെ. കൈഫ യംഷി, അയാൾ എങ്ങനെയാ നടക്കുന്നത്. ഹഹഹ, അവൻ ചിരിക്കുകയാണ്. ലാ തസ്ഖർ യാ ബുനയ്യ, പൊന്നു മോനെ കളിയാക്കരുത്, പരിഹസിക്കരുത്. അപ്പോൾ അടുത്ത അവൻ്റെ സംശയം, ലിമാദ യഹ്മിലു റജുലു അൽ അസ, ലിമാദ എന്തിനാണ്, യഹ്മിലു റജുലു അയാൾ കൊണ്ട് നടക്കുന്നത്, അൽ അസ ഒരു വടി പിടിച്ച് നടക്കുന്നത് എന്താ. യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്നഹു ആമ, അയാൾ അന്ധനാണ്, കണ്ണ് കാണാത്ത ആളാണ്. ഹാദിൽ അസ ഐനാഹു, ഈ വടിയാണ് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ. അപ്പോൾ അദ്ദേഹത്തിന് വടി എന്തിനാണ്, കണ്ണില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് ശരിക്ക് ആ വടിയാണ്. അപ്പോൾ ഉമ്മ അത് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ പൊന്നു മോനോട് പറഞ്ഞു, സാഇതുഹു യാ ബുനയ്യ, പൊന്നു മോനെ
അദ്ദേഹത്തെ സഹായിക്കൂ. അപ്പോൾ സഹായിക്കുന്ന രംഗമാണ് അടുത്ത ചിത്രകഥയിൽ. യാ വലദി ഇൻതബിഹി ഇലൽ ഇഷാറ, പൊന്നു മോനെ, ഇൻതബിഹി ഇലൽ ഇഷാറ, ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ശ്രദ്ധിക്ക്. അപ്പോൾ സിഗ്നൽ ശ്രദ്ധിക്കാൻ അയാൾക്ക് കണ്ണ് കാണൂല, അതുകൊണ്ട് മോനോട് സിഗ്നൽ ശ്രദ്ധിക്ക് എന്ന് പറഞ്ഞു. സ്വഹ്യ അമ്മി, ഓക്കെ അമ്മാവാ എന്നാണ് സ്വഹ്യ അമ്മി. അപ്പം ഇനി അവസാനം അപ്പുറത്തേക്ക് കിടത്തി ആ അന്ധനെ അവിടേക്ക് വഴി കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആ ആൾ മോനോട് ചോദിക്കുകയാണ്, മസ്മുക്കയാ വലതി, മോനെ നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇനി അവരൊന്ന് പരിചയപ്പെടും അല്ലേ? അപ്പോൾ പേര് ചോദിക്കുമ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടാവും. എങ്ങോട്ടാണ് പോകുന്നത്, ആരാ കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആരാ കൂടെ ഉള്ളത്? ഉമ്മയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങാടിയിലേക്ക്, അപ്പോൾ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഉപദേശം കൂടി കൊടുക്കും. എന്ത്? അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കാണ്, അതുകൊണ്ട് വാഹനങ്ങൾ ശ്രദ്ധിക്കണം, ഇഷാറത്ത് സിഗ്നൽ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ അങ്കിൾ, സ്വഹ്യ അമ്മി എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, ജസാക്കല്ലാ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സംഭാഷണം, നൊഇദു ഹിവാറൻ ദാറ ബൈനൽ അഅ്മാ വൽ വലദ്, ആ അന്ധൻ്റെയും കുട്ടിയുടെ ഇടയിൽ നടന്ന സംഭാഷണം നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അയച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതിനുശേഷം നമുക്കൊരു മന്ദവുമാണ് ലായ സാറ എന്നുള്ള. അപ്പോൾ ഇവിടെ ഈ അന്ധനായ ആള്, അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് ചെയ്താൽ ഇവിടെ കൊടുത്ത പേര് ആമ എന്ന് തന്നെയാണ്, ഒരു അന്ധൻ, പിന്നെ ഒരു കുട്ടി എന്നാണ്. അപ്പോൾ ഈ അന്ധൻ കുട്ടി ഇവനോട് ചോദിച്ചത് മസ്മുക്കയാ വലതി, മോനെ നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇനി വരാൻ പോകുന്നിടത്ത് നമുക്ക് അവൻ്റെ പേര് ഈ പദ്യത്തിലുണ്ട്, മുസ്അബ് എന്നത്, ആ പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ വേറൊരു പേര് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ടപ്പോൾ ആരാ കൂടെ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൂടെ ആരുണ്ട്? ഉമ്മയുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ പിന്നെ ഒരു ഉപദേശം കൊടുത്തു. എന്ത്? നീ വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഇഷാറത്ത് സിഗ്നൽ നോക്കണം. അപ്പോൾ ഓക്കെ അമ്മാവാ, ശുക്രൻ, ജസാക്കല്ലാ, ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സംഭാഷണം നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതി അയച്ചു തരും ചെയ്യാം. ഓക്കെ, മഅസ്സലാമ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.